മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ബംഗ്ലാദേശിലെ ഇൻകുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദെ അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു പൊതുശല്യം, ഒരു ഒന്നാന്തരം തീവ്രവാദി അങ്ങ് തീർന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ഭാരതീയനും ഉയർത്തിപ്പിടിക്കേണ്ടത്. നമ്മുടെ അയൽ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്നവർ ആരോ അവരൊക്കെ ഓരോ ഇന്ത്യനെ സംബന്ധിച്ചും ഒന്നാന്തരം തീവ്രവാദികളാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതിയ കാലത്ത് കാനഡയിൽ ഖലിസ്ഥാൻവാദി നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹർദീപ് സിംഗ് നിജാർ അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലണ്ടൻ തെരുവോരങ്ങളിൽ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്ത് ഐസിസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്ത് അജ്ഞാതരാൽ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വളരെ വലിയൊരു ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞതുമാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക. ഈ ബംഗ്ലാദേശിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിരുദ്ധൻ കൊല്ലപ്പെട്ടു. എന്നാൽ നമുക്കറിയാം, അവിടെ തിരഞ്ഞെടുപ്പ് ഇടക്കാല സർക്കാരാണ്, മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരാണ്. അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവിടെ ഭരണം നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ പറയുന്ന ഈ കൊല്ലപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണ സംവിധാനം അവിടേക്ക് വരുമെന്ന് കരുതിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ പിറകില് എന്നുള്ള ചർച്ചയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാ. ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ സ്ഥാപനങ്ങൾ കത്തിച്ചോണ്ടിരിക്കുന്നു. കലാപങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഹിന്ദു യുവാവിനെയൊക്കെ കൊല ചെയ്തിട്ട് മൃതദേഹം പോലും കത്തിക്കുന്ന അവിടെയുള്ള ന്യൂനപക്ഷങ്ങള്, അവിടെ ഓരോ ന്യൂനപക്ഷങ്ങള് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നെടുത്ത് മുന്നോട്ട് വെക്കാനുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരുടെയും അപ്പനായിട്ടുള്ള സകല സുഡാപ്പികളുടെയും പ്രിയപ്പെട്ട വാപ്പിച്ചിയായിട്ടുള്ള ധ്രുവ്രാത്തി എന്ന നെറികെട്ടവനുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന ഇവൻ എത്രത്തോളം പച്ചക്കള്ളമാണ് നിരന്തരം വിളിച്ചു പറയുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട ബംഗ്ലാദേശുമായിട്ടുള്ള തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് നിരത്തുന്നത്. വലിയ സംഭവമാണ്. കാനഡയിലെ അമ്മായിമാര് മുതൽ അവരൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ടവനാണ് ഈ ധ്രുവ്രാത്തി എന്ന് പറയുന്നവൻ. ഇവൻ 2019 പോസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റാങ്കിങ്ങില് 2019 ആഗോള പട്ടിണി സൂചികയില് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 102. അതേസമയം ഇവൻ കൊടുത്തിട്ടുള്ളതില് 88ാം സ്ഥാനത്താണ് ബംഗ്ലാദേശ് ഉള്ളത്. ഇന്ത്യയെക്കാൾ മെച്ചത്തില് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് ഇവൻ വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട് 2019. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ട്, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള്, സകല സുഡാപ്പികള്, സകല മോദി വിരുദ്ധര് ഇവിടെ വലിയ പ്രചരണമായിരുന്നു. എവിടെ പോയി ധ്രുവ്രാത്തിയെ? നമ്മൾ അന്നു മുതലേ പറയുന്നുണ്ട്. ധ്രുവ്രാത്തി പറയുന്നത് അങ്ങേയറ്റത്തെ പച്ചക്കള്ളമാണെന്ന് ഇവിടെ നിരന്തരം ബോധവും വിവരവുമുള്ള ആളുകള് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടില്ലേ? ഇവന്റെ ബംഗ്ലാദേശ് ഇപ്പോ എന്താ അവസ്ഥയിലാ? ഇന്ത്യയെക്കാൾ മെച്ചമാണ് ബംഗ്ലാദേശ് എന്നൊക്കെ പറയണമെങ്കിൽ ജിഹാദി ഫണ്ട് വാങ്ങിയിട്ടായിരിക്കും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ വിരുദ്ധ ഫണ്ട് വാങ്ങിയിട്ടായിരിക്കും ഈ ധ്രുവ്രാത്തിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓരോ ആളുകളും ചിന്തിക്കണം. അടുത്ത കണക്കാണ്. അതായത് നമ്മുടെ രാജ്യത്തെക്കാൾ മികച്ചതാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് എന്ന് പൊക്കിപ്പിടിച്ച് ഇവിടെ സുഡാപ്പികൾ ധ്രുവ്രാത്തി പറഞ്ഞു, ഏത് മരമൊണ്ണ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണ. ഇവരൊക്കെ ഇന്ത്യ വിരുദ്ധ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുകയാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കമാർക്ക് വേണ്ട. അന്നൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾ അങ്ങ് അംഗീകരിക്കലോ, ബംഗ്ലാദേശ് എന്തോ സംഭവമായിരിക്കും എന്നൊക്കെ അങ്ങ് കരുതും. ഇന്നൊരുത്തരും അംഗീകരിക്കില്ലല്ലോ. ആ ജാതി കത്തിക്കലാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനി ധ്രുവ്രാത്തിയുടെ അടുത്തൊരു പോസ്റ്റാണ്.
അതായത് GDP-യില് 2020 ഒരു പോസ്റ്റാണ്. GDP-യില് ഈ വർഷം, അതായത് 2020 പോസ്റ്റിൽ പറയുന്നതാണ്, ഈ വർഷം ഇന്ത്യയുടെ GDP ബംഗ്ലാദേശ് മറികടക്കുമെന്നൊക്കെ. എന്തൊരു അവസ്ഥയാ, എന്തൊരു അവസ്ഥയാ! ഇതാണ് സകല ബോധമുള്ള മലയാളിയും തിരിച്ചറിയേണ്ടത്. ഇവനൊക്കെ ഇന്ത്യ വിരുദ്ധ ഫണ്ട് വാങ്ങി വർക്ക് ചെയ്യാ, രാജ്യത്തിനെതിരെയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിരന്തരം രാജ്യത്തിനെതിരെയാ പ്രവർത്തിക്കുന്നത്. ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവനൊക്കെ എന്തിനാ വേറെ എവിടെയോ പോയി ജീവിക്കുന്നത്? ബംഗ്ലാദേശിൽ പോയിട്ട് അങ്ങ് ജീവിച്ചുകൂടെ? ഇവന്റെ പ്രിയപ്പെട്ട ബംഗ്ലാദേശ് അല്ലേ? ഇവിടെ രാജ്യത്തിന് വേണ്ടി രാപ്പകലൊന്നായിട്ട്, അതായത് 24 മണിക്കൂർ വർക്ക് ചെയ്ത ഒരുപാട് ആളുകളുടെ ത്യാഗത്തിന്റെ ഭാഗമായിട്ടാ ഞാനും നിങ്ങളൊക്കെ ഇവിടെ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് വന്ന്. ഇവിടെ നമ്മളൊക്കെ ഈ രാജ്യത്തോട് കൂറുള്ളവര് ജീവിച്ചാ പോരെ? ഈ ദുർവ്രാത്യവും ഇവരെ പിന്തുണക്കുന്നവർക്കൊക്കെ ഇവരുടെ പ്രിയപ്പെട്ട ബംഗ്ലാദേശിലേക്ക് അങ്ങ് പോയിട്ട് ജീവിച്ചുകൂടെ? വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ രാജ്യം നിലനിൽക്കുന്നത്, നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. 24 മണിക്കൂറും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകള്, അവരൊക്കെ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ സമാധാനത്തിൽ ജീവിക്കുന്നത്. എന്നിട്ടും രാജ്യത്തിനെതിരെ 24 മണിക്കൂറും പറയുന്ന ഇവനെയും പൊക്കിപ്പിടിച്ച് നടക്കുന്ന സകല സുഡാപ്പികൾക്കും, സകല മോദി വിരുദ്ധർക്കും, സകല രാജ്യവിരുദ്ധർക്കും ഈ രാജ്യം വിട്ടിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ബംഗ്ലാദേശിലേക്കോ, ഇനി രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ രാജ്യമായിട്ടുള്ള ഇറ്റലിയിലേക്കൊക്കെ അങ്ങ് പോയിക്കൂടെ? എന്തിനാണ് ഇവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്? ആരെങ്കിലും പിടിച്ചു വെക്കുന്നോ? ഇനി അടുത്തൊരു പോസ്റ്റ്, ഇത് ഒന്നൊന്നുമല്ല, ബംഗ്ലാദേശുമായിട്ട് നിരവധി കണക്കുകളാണ് ഇവൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2021 പോസ്റ്റാ. ബംഗ്ലാദേശ് ഈസ് നൗ എ ബെറ്റർ കൺട്രി ദാൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ മേഖലയിലാണ് ഇന്ത്യയേക്കാൾ ബെറ്റർ ആണ് പോലും ബംഗ്ലാദേശ്? ഏതൊക്കെ മേഖലയാന്ന് കേൾക്കണേ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, GDP പെർ ക്യാപിറ്റ, GDP ഗ്രോത്ത് റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് വേണ്ടി. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിലൊക്കെ നമ്മളെക്കാൾ ബെറ്റർ ആണ് പോലും. എന്തൊരു അവസ്ഥയാ! കത്തുകയാ, നിന്ന് കത്തുക ബംഗ്ലാദേശ്. ഇവൻ പൊക്കിപ്പിടിച്ച സ്ഥലത്തെ ഒരു അവസ്ഥയാ. അടുത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ്, ഫെർട്ടിലിറ്റി റേറ്റ്, സെക്സ് റേഷ്യോ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, പെട്രോൾ പ്രൈസ്, ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. ഏത് നമ്മുടെ രാജ്യത്തെക്കാൾ ബെറ്റർ ആണ് പോലും ബംഗ്ലാദേശിലെ പീസ് ഇൻഡെക്സ്. എന്തൊരു അവസ്ഥ! ഇവനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ നോക്ക്. 2021 പോസ്റ്റാ. ഇവനൊക്കെ നിരന്തരം പോസ്റ്റുമായിട്ട് വരുമ്പോ നമ്മളൊക്കെ നിരന്തരം പറയാറുണ്ട്, ദുർവ്രാത്തി രാജ്യവിരുദ്ധനാണ്, ഇവൻ പച്ചക്കള്ളമാണ് പറയുന്നത്. ഇവനൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ തൊണ്ട വയ്യാതെ അങ്ങ് വീങ്ങാറുണ്ട്. ഇവനൊക്കെ ഇത് ബംഗ്ലാദേശിലൊക്കെ വിശ്വസിച്ച് ഇവൻ പറഞ്ഞതും കേട്ട് ഒരുപാട് ആള് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അവരൊക്കെ എന്ത് പറയുന്നത്? ഇവൻ പൊക്കിപ്പിടിച്ച ബംഗ്ലാദേശിന്റെ അവസ്ഥയാ. ഇനി മറ്റൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയും ബംഗ്ലാദേശും ഏകദേശം ഒരുപോലെ എന്ന്. അതിൽ ആദ്യത്തേത് തന്നെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ കഴിഞ്ഞ ദിവസം പോലും 2 മാധ്യമ സ്ഥാപനങ്ങൾ അങ്ങ് പച്ചക്ക് കത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് അങ്ങേയറ്റ പച്ചക്കള്ള. ഇവൻ പറയുന്ന പച്ചക്കള്ളങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തെളിഞ്ഞു വരും. ഇവൻ 2021, 2022 ഈ കഴിഞ്ഞ വർഷങ്ങളില് ബംഗ്ലാദേശിനെയും പൊക്കിപ്പിടിച്ച് പറഞ്ഞതാണ് നമ്മൾ ഇവിടെ പച്ചക്ക് തുറന്നു കാണിച്ചത്. ഇപ്പൊ ആളുകൾ ദുർവ്രാധിയൊക്കെ വിശ്വസിക്കുന്ന ആളുകളിൽ വിവേകവും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇവനൊക്കെ എടുത്ത് ആറ്റിലെറിയണം, ഇവനൊക്കെ പുച്ഛിച്ച് തള്ളണോ. ഇവനൊരു ഇന്ത്യ വിരുദ്ധനാണ്. ബംഗ്ലാദേശും നമ്മുടെ രാജ്യമൊക്കെ ആയിട്ട് ഉപമിക്കാൻ പറ്റുമോ? ആരെയും അണ്ണാങ്കുട്ടനും തമ്മിലുള്ള വ്യത്യാസമില്ലേ? ഇവനെയൊക്കെ പുച്ഛിച്ച് തള്ളനോ. ഈ ദുർവ്രാത്യൊക്കെ ഒന്നാം തരം ഇന്ത്യ വിരുദ്ധനാണ് എന്നുള്ളത് ഇതിലൂടെയൊക്കെ സകല ആളുകളും തിരിച്ചറിയുക. ബംഗ്ലാദേശൊക്കെ നിന്ന് കത്തുക. ഈ സമയത്ത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളൊക്കെ എത്ര സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ നമ്മളൊക്കെ സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകല ആളുകളും അഭിമാനത്തിൽ തിരിച്ചറിഞ്ഞോളൂ.